ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചേച്ചിയുടെ ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ബിരിയാണി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബിരിയാണിയുടെ റെസിപ്പി ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരു റാവുത്താൻ ബിരിയാണിയുടെ സ്റ്റൈലിലാണ് അവിടെ ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടുപ്പിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെമ്പിൽ നമുക്ക് 4 കിലോ വരെ വേവുന്നൊരു ചെമ്പായിരുന്നു. ഇതിൽ 2 കിലോ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് കസ്കസ് ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ ഒരു ബേ ലീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ആഡ് ചെയ്യാനുള്ളത് ഒരു 4-5 പച്ചമുളക്, അതേപോലെ തന്നെ ഞെട്ട് പറിച്ച് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ സവോള ഒരു 1/2 കിലോ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സവോള ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മുളക് പൊടിയാണ്. സവോള നന്നായിട്ട് വഴണ്ട് വരണമെന്നൊന്നുമില്ല, മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒപ്പം തന്നെ. അപ്പോഴാണ് ആ ഒരു നല്ലൊരു കളറ് ആ ബിരിയാണിക്ക് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന പട്ട, ഗ്രാമ്പൂ, പെരിഞ്ചീരകം ഇത്രയും സാധനങ്ങൾ കൂടി ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ആ തക്കാളി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മസാലകളെല്ലാം അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതോടൊപ്പം തന്നെ 1 ഗ്ലാസ് അളവിൽ തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈരായിരുന്നു. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തൈര് ആഡ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് ആഡ് ചെയ്യാനുള്ളത് മല്ലിച്ചപ്പ് പുതിനയായിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ബിരിയാണിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത് മല്ലിച്ചപ്പ് പുതിനയാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് അതിനുശേഷം ശക്തിയുടെ ബിരിയാണി മസാല, ഈ ഒരു പാക്കറ്റിലുള്ള ബിരിയാണി മസാലയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാക്കറ്റ് തന്നെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 കിലോ ബിരിയാണിയുടെ അളവാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും 2 കിലോ അരിക്ക് 2 കിലോ ചിക്കൻ എന്ന റേഷ്യോയിൽ തന്നെയാണ് എടുക്കാറ്. പക്ഷേ ഇവിടെ ചിക്കൻ ഇങ്ങനെ ബിരിയാണിയിൽ കിടക്കുന്ന ആരും കഴിക്കാത്തത് കൊണ്ടാണ് ഈ ഒരു ചെറിയ എമൗണ്ട് ചിക്കൻ ചേർത്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം നമ്മൾ മെയിനായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1 കപ്പ് വെള്ളത്തിൽ കിടന്ന് കുറച്ച് നേരം ആ ചിക്കനൊന്ന് വെന്ത് വരണം. അതിനുശേഷമാണ് ബാലൻസ് വരുന്ന ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. 1 ലിറ്ററിൻ്റെ കപ്പിൽ 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അരി എടുക്കുന്ന മെഷർമെൻറ്റ് കപ്പിൻ്റെ ഇരട്ടി വെള്ളം എന്നതാണ് റേഷ്യോ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ നോക്കി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരമണിക്കൂർ നേരം കുതിർത്തി വെച്ചിരിക്കുന്ന ഈ ഒരു ബസുമതി റൈസ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കാം. അതിനുശേഷം നന്നായി ഇളക്കി അത് ഏകദേശം ആ അരി മുകളിലേക്ക് തെളിഞ്ഞ് വരുന്ന സമയത്താണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം മുകളിൽ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ അരി സെറ്റായി കാണുന്നുണ്ട്, മുകളിലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു ടൈമിലാണ് നമ്മൾ ദമ്മിടാൻ പോകുന്നത്. നന്നായി ഒന്ന് ഇളക്കിയിട്ട് അതിന് മുകളിൽ തട്ടി വെച്ച് അടിയിൽ വരുന്ന ഈ ഒരു കനലൊക്കെ നമ്മൾ മുകളിലേക്കും പകുതി താഴത്തേക്കും നിർത്തുന്ന മാതിരിയാണ് ദമ്മിട്ട് കൊടുക്കാൻ പോകുന്നത്. ദമ്മിട്ട് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ടാവും. ദമ്മ് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഇല്ലാണ്ട് കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിരിയാണി കഴിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗവും ഒന്ന് സെറ്റാക്കി എടുക്കാം. ഈ ഒരു ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാനും മറക്കാതിരിക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും എത്തുന്ന മാതിരി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് ഈ ഒരു ബിരിയാണി കഴിക്കുകയാണ്. നമ്മുടെ വീട്ടിലിങ്ങനെയാണ് ഭക്ഷണമൊക്കെ ഹാളിൽ കൊണ്ടുവച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ ചിറ്റൂരുള്ള ചേട്ടൻ ചെയ്ത ബിരിയാണിയും ചിക്കൻ കറിയും ബീഫ് വരട്ടിയതുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ ഭക്ഷണമൊക്കെ വെച്ചിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് കുട്ടികൾക്കും പാരൻസും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കുകയുള്ളൂ. അതുമാത്രമല്ല പാരൻസുമായിട്ട് നല്ലൊരു ബോണ്ടിങ് വരും. കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനും അതേപോലെ നല്ല
രീതിയിൽ സംസാരിച്ച് ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു നേരമെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്.